ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടക്കാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും അതുപോലെ ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി പരമാവധി ഒന്ന് ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലും അങ്ങനെ ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലാണ്. 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷം കാരണം നിൽക്കാനും ഇരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഒരു 2 ദിവസം നമുക്ക് അവിടെ പോയി താമസിക്കണം. അവരങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീടിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാലോ എന്ന് പറഞ്ഞു. ആദ്യ വർഷയൊക്കെ സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ സച്ചി വർഷേനെയും ശ്രീകാന്തിനെയൊക്കെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. കാരണം സച്ചിക്കും അറിയണം ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. സാധാരണ നമ്മളൊരു വീട് വിൽക്കുമ്പോഴത്തേക്കും പണിയുന്നത് ചിലപ്പോൾ 5 കോടിക്കാണെങ്കിൽ അത് നമ്മൾ 10 കോടിക്ക് വിൽക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇത്. അപ്പൊ സംതിങ് എന്തോ റോങ് ആണ് എന്ന് നമ്മുടെ സച്ചിക്ക് പിടികിട്ടി. ബുദ്ധിയുള്ള ആർക്കാണെങ്കിലും പിടികിട്ടും. പക്ഷെ പൊട്ടനായ ശ്രുതിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ശരിയാ. സച്ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ ചെല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസൂയ കുശുമ്പ എന്നൊക്കെ തോന്നും വർഷം, എന്നാ പിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞു. ഇപ്പൊ വർഷയെ സമ്മതിച്ചിട്ട് ഇവര് നേരെ വീണ്ടും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു സുധിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ വരാം, ഞങ്ങൾ വന്ന് 2 ദിവസം താമസിക്കാം, തങ്ങാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി. ശ്രുതി പറഞ്ഞു ഓ സമ്മതിച്ചു തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പോയി ആ ബംഗ്ലാവിൽ 2 ദിവസം കഴിയണം, പിന്നെ നമ്മൾ ആ ബംഗ്ലാവിൽ എല്ലാവർക്കും താമസിക്കാൻ പോകുന്നത് സുതിമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങോട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് 2 ദിവസം പോകാം. ഏതായാലും മക്കൾ സമ്മതിച്ചല്ലോ, അവന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ മേടിക്കുന്ന വീടല്ലേ, അവന്റെ ആദ്യത്തെ സമ്പാദ്യമല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞ് രവീന്ദ്രനും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ നമ്മുടെ സച്ചിക്കൊരു ഹരിച്ചിട്ടും കുണിച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ഒരു പിടിയും കിട്ടുന്നില്ല. ഈ 5 ലക്ഷം രൂപയുടെ വീട് എന്തിന് നമ്മുടെ സുധിക്ക് 5 കോടി രൂപയുടെ വീട് എന്തിന് നമ്മുടെ സുധിക്ക് 3 കോടി രൂപയ്ക്ക് കൊടുക്കണം? അങ്ങേർക്ക് എന്നാ തലയ്ക്ക് വെളിവില്ലേ? എന്തായിരിക്കും അതിന്റെ പിന്നിൽ? ആകപ്പാട് മുഴുവൻ കൺഫ്യൂഷൻ ആയിട്ടോ നമ്മുടെ സച്ചിക്ക്. അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി എന്തോ ഉണ്ട് രേവതി, മിക്കവാറും സുധി കുഴി ചെന്ന് ചാടാനാ പോകുന്നത്. അവനെ എപ്പോഴും കുഴി ചാടാനല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, എന്താണെങ്കിലും നമുക്കൊന്ന് കണ്ടുപിടിക്കണം, അത് ആരുടെ വീടാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് നഷ്ടമാകുന്നത്. അവനിങ്ങനെ തോന്നിവാസം കളിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? അവനോ വിവരമില്ല. വിവരമുള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ നമുക്കറിയാവുന്ന കാര്യം നമുക്ക് ചെയ്യണ്ടേ? എന്തൊക്കെയാണെങ്കിലും എന്റെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എടുത്തു ചാടി ഒന്നും സച്ചേട്ടൻ ചെയ്യരുത്, നമുക്കിപ്പോ 2 ദിവസം ആ വീട്ടില് സുധി പറഞ്ഞതുപോലെ നമുക്കൊന്ന് പോകാം, ഒന്ന് പോയി നിൽക്കാം. നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താ നടക്കാൻ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി സച്ചേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞത് കേട്ടിട്ടാ അതെ അത്രേ ഉള്ളൂ രേവതി അല്ലേ, പിന്നെ നമുക്ക് കുശുമ്പ് അസൂയാന്ന് അവനും അവന്റെ ഭാര്യയും പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ നമ്മളെ എന്റെ തള്ളയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഏതായാലും സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കണം. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിയല്ലോ. രേവതി എന്ത് ചെയ്യുന്നു, ഈ പൈസയായിട്ട് അതായത് ഏതായാലും ഈ കിട്ടിയ പൈസ എന്നൊരു വിഹിതം അമ്മയ്ക്കും ആങ്ങളയ്ക്കും അതുപോലെ തന്നെ അനീതിക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ നേരെ അമ്പലത്തിലേക്ക് പൂക്കച്ചവടം നടത്തുന്ന അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുണ്ട് അവിടെ, ദേവും അതുപോലെ ശരത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ലക്ഷ്മിക്ക് 500 രൂപ കൊടുത്തു. ഇത് എന്തിനാ മോളെന്ന് ചോദിച്ചപ്പോ ഇത് പിടിക്കമ്മാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്തിന് 500 രൂപ കൊടുത്തു, ദേവുവിന് 500 രൂപ കൊടുത്തു. അപ്പൊ ഇത് എന്തിനാ ഈ 500 രൂപ, എന്തിനാ ഇപ്പൊ ചേച്ചി 500 രൂപ തന്നെന്ന് പറയുമ്പം എന്റെ ആദ്യത്തെ ബിസിനസ്സാണ്, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ഡെക്കറേഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ ബിസിനസ്സാണ്, അതിൽ നിന്ന് കിട്ടിയ ഒരു വിഹിതമായിട്ട് കണ്ടാൽ മതി, അത് അമ്മയ്ക്കും അനിയത്തിക്കും എന്റെ ആങ്ങളയ്ക്കും തരാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ചേച്ചിക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഇത് കിട്ടിയായിരുന്നോ? ആഹാ അത് കൊള്ളാലോ എന്ന് പറയപ്പോ എനിക്ക് ഒരു കല്യാണ മണ്ഡപത്തിന്റെ ഓർഡർ വന്നായിരുന്നു. അതിനെനിക്ക് 7000 രൂപ കഴിഞ്ഞ ദിവസം കിട്ടി. പിന്നെ അതിനു മുമ്പ് അഡ്വാൻസും കിട്ടിയായിരുന്നു. മൊത്തം എനിക്ക് 10,000 രൂപ എങ്ങാണ്ട് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു നല്ല കാര്യം ചേച്ചി, ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും, നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു എന്റെ മക്കൾ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാനാണ് ഞാനും ദിവസം ഈ അമ്പലനടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അല്ല ഇനിയിപ്പോ ചേച്ചിയുടെ വിഷമമൊക്കെ പോയെന്ന് നമ്മുടെ ശരത്ത് ചോദിച്ചു. സച്ചേട്ടൻ വന്നല്ലോ, വിഷമമൊക്കെ പോയെന്ന് ചോദിച്ചപ്പം ഇപ്പൊ വിഷമമൊന്നും ഇല്ലടാ, വിഷമമൊക്കെ പോയി, ഇനിയിപ്പോ എന്ത് വിഷമം. സച്ചേട്ടൻ വൈകിട്ട് വന്നായിരുന്നു, സച്ചേട്ടൻ ഒരു ഓട്ടം പോയതായിരുന്നു, സച്ചേട്ടന്റെ ഫോൺ ഓഫായി പോയി, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു ഇനിയെങ്കിലും സച്ചേട്ടനോട് പറയണം,
ഫോണില് വണ്ടിയിൽ ചാർജ് ചെയ്യാനൊക്കെ സൗകര്യമൊക്കെ ഉള്ളതല്ലേ, അപ്പൊ പിന്നെ എന്താ ചാർജ് ചെയ്താൽ കുഴപ്പം, ഒരു ചാർജർ മേടിച്ച് കണക്ട് ചെയ്യാനൊക്കെ പറയണം. ഇങ്ങനെ വെറുതെ അത്രയും നേരം ചേച്ചി സമാധാനം കേട്ട് നടന്നില്ലേ, അപ്പൊ അതുകൊണ്ട് സച്ചേട്ടനോട് ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സുധിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധി ഇങ്ങനെ വീട് മേടിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 5 കോടി രൂപയുടെ വീട് 3 കോടിക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു അതിശയം. നല്ല കാര്യം, ലക്ഷ്മി പറഞ്ഞ് നല്ല കാര്യം, ഏതായാലും മേടിക്കട്ടെ, അവരെങ്കിലും വീട് മേടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വായെടുത്തില്ല. അപ്പോഴത്തേക്ക് ഈ അമ്പലത്തിലേക്കാണ് നമ്മുടെ സുധിയും ശ്രുതിയും ഒരു നാരങ്ങ മാലയോ കുറെ വിളക്കോ താലോ ഒക്കെ ആയിട്ട് കയറി വരിക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, ദേ അത് വരുന്നത് ശ്രുതി ചേച്ചി സുധിയേട്ടനും അല്ലേന്ന്. അപ്പം രേവതി അതെല്ലോ അവരാണല്ലോ എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നത്, സാധാരണ ഇവിടെ വരാറില്ലല്ലോ എന്ന് രേവതി ചോദിച്ചപ്പോ അത് പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ചാണ് ഇന്ന് അഡ്വാൻസ് കൊടുക്കുന്നത്, അപ്പൊ ഇവിടെ വെച്ച് കൊടുക്കാന്ന് ഓർത്ത് തന്നെയാണ്. അപ്പം അഡ്വാൻസ് കൊടുക്കണം, അതിനുവേണ്ടി വന്നതാണ്. അമ്പലത്തിൽ വെച്ച് നല്ല കാര്യമാണല്ലോ, അപ്പൊ അമ്പലത്തിൽ വെച്ച് ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ പൂമാലയൊക്കെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ലക്ഷ്മി പറഞ്ഞു, അല്ല ശ്രുതി നീ എന്തിനാ പൂമാല വേറെ സ്ഥലത്തുനിന്ന് മേടിച്ചത്, കടയിലുണ്ടായിരുന്നല്ലോ, നിനക്ക് വില കുറച്ച് തരായിരുന്നല്ലോ, അല്ലെങ്കിൽ നിനക്ക് ചുമ്മാ തരായിരുന്നല്ലോ, വില കുറച്ച് തരായിരുന്നല്ലോ എന്ന് പറയുമ്പോ ഹേയ് അത് വേണ്ട ആന്റി, നല്ലൊരു കാര്യമല്ലേ, അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുടക്കി തന്നെ ഇത് മേടിക്കണ്ടേ, അപ്പൊ അതുകൊണ്ടാണ്. ചിലപ്പോ ആന്റി എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോ ആന്റി എന്താ പറയും, ആന്റി പറയും വേണ്ട പൈസ വേണ്ട എന്ന് പറയും, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ചത്, കുഴപ്പമില്ല ആന്റി, ഞങ്ങളുടെ പൈസയും കൊണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ മോള് ചെല്ല്, സമയം താമസിക്കണ്ട, മോള് നിങ്ങൾ നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാനുള്ളതൊക്കെ സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതിയും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കുടത്തിൽ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം, അമ്പലത്തിന്റെ ആ ഒരു നടയില് ഒരു കുടത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്കാം. അപ്പൊ ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നതും ആ വെള്ളം, അതായത് ആ കുടത്തില് ചവിട്ടിയിട്ട് എന്താ കുടത്തില് കാല് തട്ടിയിട്ട് വെള്ളം മുഴുവനും താഴെ വീടാണ്. അപ്പം അത് തന്നെ ഒരു ശകുനമാണ്, ഒരു ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വിളക്ക് കേടുക ശകുനക്കേടൊക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ മേൽശാന്തിയും പറഞ്ഞു, അയ്യോ ഇത് എന്താ കാണിച്ചത് കുട്ടീന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്താ ഈ കാണിച്ചത്, ഈ വഴി കൊണ്ടാണോ കുടവും വെള്ളവും ഒക്കെ വെക്കുന്നത്, ഇത് ഇച്ചിരി ഒതുക്കി വെക്കത്തില്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം കുടത്തില് തട്ടയുടെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എന്നും ഇവിടെ തന്നെയാ ഇത് വെക്കുന്നത്, നടക്കുന്നവരൊക്കെ സൂക്ഷിച്ചാ നടന്നു പോകാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ശാന്തിയും പറഞ്ഞ് അങ്ങനെ വിടുകയാണ് കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ രേവതി കണ്ടു, അതുപോലെ ലക്ഷ്മിയും ശ്രുതിയല്ല ദേവും ഒക്കെ കണ്ടു. ഇപ്പം ഇതൊരു ശകുനക്കേടായതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി എതിർക്കൂലോ, കാരണം രേവതിക്ക് ഏകദേശം അമ്പലത്തിലെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ആ ഒരു ഓണർ വരികയാണ്, ഭാര്യയും ഭർത്താവും കൂടെയാണ് വരുന്നത്. ആ വീട് മേടിക്കുന്ന 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് കിട്ടുവാണല്ലോ. അപ്പൊ ആ ഓണർ വരികയാണ് ഭാര്യയും കൊണ്ട് കൂടെ. അങ്ങനെ ഇവര് വന്നതേ ശ്രുതിയാണെങ്കിൽ ഇവരെ കണ്ടതേ ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ആ ഒരു സ്നേഹം പോലെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അഡ്വാൻസ് കൈമാറാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ശ്രുതിയും പറഞ്ഞു എന്നാ കൈമാറാന്ന് പറഞ്ഞ് ഇങ്ങനെ അഡ്വാൻസ് കൈമാറാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രേവതി സത്യം പറഞ്ഞു ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറയാണ്, അത് പിന്നെ ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതെ ഒരു നല്ല കാര്യല്ലേ, അപ്പം നല്ല കാര്യം നല്ല ദിവസം ചെയ്യണമെന്ന് തന്നെയല്ലേ പറയുന്നത്. നമ്മളിപ്പോ ഒരു വീട് വെച്ചിട്ട് അവിടെ കയറി താമസിക്കുന്നതാണെങ്കിലും ഒരു വണ്ടി എടുക്കുന്നതാണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നല്ല ദിവസങ്ങൾ നോക്കി ചെയ്യണം എന്നല്ലേ പറയുന്നത്. അതെ അമ്മ പറഞ്ഞു ഇന്ന് അത്രയ്ക്ക് നല്ല ദിവസം അല്ലെന്നാ പറഞ്ഞത്, അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ശകുനക്കേടൊക്കെ ഉണ്ടായത്. അപ്പൊ ഒരു കാര്യം ചെയ്യ് ശ്രുതി, വേണ്ട ഇന്ന് നിങ്ങൾ ഇത് കൈമാറണ്ട, അഡ്വാൻസ് കൈമാറണ്ടെന്ന്. അയ്യോ പിന്നെ പറയാനുണ്ടോ, ശ്രുതിയും സമ്മതിക്കുവോ? കൂടെ വന്ന 2 ആൾക്കാര് ഈ അഡ്വാൻസ് കൈ കിട്ടിയിട്ട് മുങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്, അവര് സമ്മതിക്കുവോ? ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞങ്ങളിപ്പോ ഇത് കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിന്ന ഓണറും ഭാര്യയും പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ഒച്ച, അങ്ങനെയൊന്നുമില്ല, അതൊന്നും നിങ്ങളിപ്പം ചിന്തിക്കൊന്നും വേണ്ട, അതൊക്കെ പോട്ടെ, അതൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതൊന്നും ചിന്തിക്കേണ്ട. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇതിങ്ങ് തന്നോ, അങ്ങനെ ശകുനക്കേടൊന്നും ഇല്ല, അതൊക്കെ വെറും തോന്നല് മാത്രമാണ്, വേറെ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് നല്ല ശകുനമുള്ളത്, കാരണം ഈ 5 കോടി രൂപയുടെ 3 കോടി രൂപയ്ക്ക് കിട്ടുന്നതല്ലേ, ഇനിയിപ്പം വെച്ച് താമസിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പൈസ കിട്ടിയിട്ട് വേണം, ചിലപ്പോൾ ഇന്നിപ്പോ ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയില്ല, പിന്നെ ഞങ്ങൾ വേറെ പണി നോക്കും എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി അവരെന്തേലും പറയും, നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നല്ല ദിവസമായി ഇന്ന്, നമ്മുടെ ദിവസം നല്ലതാ, ഏതായാലും നമ്മുടെ ദിവസം നമ്മുടെ കണ്ണേറമ്മേനെ നമ്മുടെ കടയിൽ കൊണ്ടുവച്ചപ്പോ തുടങ്ങി നമ്മുടെ നല്ല ദിവസം, അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്ത് ചെയ്യുന്നു, രേവതി പറഞ്ഞതോ ലക്ഷ്മി പറഞ്ഞതോ ഒന്നും കൂട്ടാക്കുന്നില്ല. ലക്ഷ്മിയും വന്ന് പറയുന്നുണ്ട് ശ്രുതിയോടെ, എവിടെന്ന്
അവരൊന്നും പറയുന്നത് കൂട്ടാക്കുന്നില്ല, എടുത്തു ചാടി ആ ഒരു പൈസ കൊടുക്കുകയാണ് കേട്ടോ, ആ ഒരു അഡ്വാൻസും കൊടുത്ത്. പിന്നെ അപ്പൊ എന്തോ ഒരു എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിടാൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് രേവതി പറയുന്നത് വേണ്ടാന്ന്. പക്ഷെ എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിട്ടൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും നമ്മുടെ സുധിയുടെ 50 ലക്ഷവും പോകും, 3 ലക്ഷവും പോകും, 5 ലക്ഷവും പോകും, മൊത്തം നഷ്ടക്കളിയാകാൻ പോവാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ, അടിപൊളി വിശേഷമാണ് കേട്ടോ ഓരോ ദിവസവും വരാനിരിക്കുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമ്മൾ പറ്റുന്ന ദിവസങ്ങളിൽ പ്രമോ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്രമോ ചെയ്യുന്നില്ലായിരുന്നു, രേവതിയുടെയും സച്ചിയുടെയും. നമ്മൾ ഇനി കണ്ടിന്യൂസ്ലി ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. വൈകിട്ട് എന്നും ഒരു 9:30 കൂടിയൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോ വിശേഷം ഇടുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് വിശ്വസ്തയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ലൈക്ക് അടിക്കാനും മറക്കരുത്, ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.